തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന പരാമർശത്തിൽ മലക്കം പറഞ്ഞ് സിപിഎം നേതാവ് ജി സുധാകരൻ. പൊതുവെയുള്ള കാര്യങ്ങൾ ജാഗ്രതയ്ക്ക് വേണ്ടി ഭാവനയിൽ പറഞ്ഞതാണ്. കാര്യങ്ങൾ ഒരേ സമയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാധ്യമങ്ങൾ വായിച്ച നിലപാട് രൂപീകരിക്കരുതെന്നും സുധാകരൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റർ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരെയുള്ളൂ. പോസ്റ്റർ ബാലറ്റ് അല്ലാത്തവർക്ക് നേരിട്ട് വരും. അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത്. ചിലത് എന്താണ് ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്റങ്ങ് ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിലൊന്നും പങ്കെടുത്തിട്ടേ. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ആദ്യത്തെ പ്രസ്താവനയിൽ മൊഴിയെടുപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നു. തുടർ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ തിരുത്ത്? എന്താണ് വീണ്ടും അദ്ദേഹം പറഞ്ഞത്? അമൃത, ഇന്ന് പുന്നപ്ര പറവൂരിലുള്ള വസതിയിൽ വെച്ച് തഹസീൽദാർ മൊഴിയെടുത്തതിന് ശേഷം അദ്ദേഹം ചേർത്തല കടക്കരപ്പള്ളിയിൽ വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം, അതായത് CPIയുടെ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന പ്രവർത്തകരുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇന്നലെ നടന്ന സംഭവത്തിന് മലക്കം പറഞ്ഞിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. താൻ സ്റ്റേജിലേക്ക് NGOs യൂണിയന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ചില യൂണിയൻ അംഗങ്ങളുണ്ട്, അത് തപാൽ പൊട്ടിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും, അതുകൊണ്ട് പറഞ്ഞേക്കണേ എന്ന് തന്നോട് പറഞ്ഞു. അതനുസരിച്ച് താൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിൽ ചില ഭാവനകൾ കലർത്തി താൻ പറയേണ്ടി വന്നു. അത് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് തെറ്റായി ധരിച്ചതാണ്. കാരണം കാര്യങ്ങൾ ഒരേ സമയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലെന്നും മാധ്യമങ്ങൾ വായിച്ച് കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് രൂപീകരിക്കരുതെന്നും അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്ത ഉണ്ടാക്കും എന്നുമാണ് സുധാകരൻ പറഞ്ഞത്. അതായത് മാധ്യമങ്ങൾക്ക് നേരെ പഴിചാരി താൻ പറഞ്ഞതൊക്കെ മറന്നിട്ട് മലക്കം പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ജി സുധാകരനെയാണ് ഇന്ന് പൊതുയോഗത്തിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്നും അങ്ങനെ ബാലറ്റ് പൊളിച്ചു നോക്കില്ലെന്നും അങ്ങനെ തിരുത്തി വോട്ട് ചെയ്യില്ല എന്നുമാണ്. താൻ അങ്ങനെ കള്ളവോട്ട് ചെയ്തിട്ടില്ലെന്നും കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം മുടക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, താൻ അങ്ങനെ തിരുത്തുന്ന ഒരു സ്വഭാവമില്ല. കാരണം താൻ ബാലറ്റ് തിരുത്തിയാൽ അതൊന്നും വായിക്കാൻ കഴിയില്ലെന്നും തന്റെ കൈയക്ഷരം അത്രയ്ക്ക് മോശമാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് തന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം ഇന്ന് ജി സുധാകരൻ ഈ കാര്യത്തിൽ നടത്തിയത്. അമൃത, ശരി. ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.